പ്രീത, ഈ SDPI നിരോധിക്കും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായോ? ഉറപ്പായി. അത് ആദ്യം പറഞ്ഞതാരാ? നമ്മളാണ്. പക്ഷെ നമ്മളതിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കാറില്ല. എന്തായാലും അത് പോട്ടെ. നിരോധിക്കാനുള്ള വഴികളൊക്കെ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. അത് എന്താ പറയാ, എല്ലാം എടുത്തടിച്ച പോലെ അല്ലല്ലോ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്. ചിലത് ന്യൂട്രലായിട്ട് ഇങ്ങനെ രഹസ്യമായിട്ടൊക്കെ നടത്തി നൈസായിട്ട് എടുത്തിട്ട് പൂട്ടും. അറിയാം. അത്തരത്തിൽ ഇപ്പോ ഫൈസിനെ അറസ്റ്റ് ചെയ്തല്ലോ. ഫൈസിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ED ഇങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ യന്ത്രത്തോക്കുകളൊക്കെ കണ്ട് നമ്മുടെ ആൾക്കാർ ഞെട്ടി ഭയന്ന് ഉറച്ചു എന്നൊക്കെയാ പറയുന്നത്. പല ഓഫീസുകളിലും ഒക്കെ മലപ്പുറത്ത് അതെ 12 ഇടങ്ങളിലാണ് പരിശോധന നടന്നിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, ഇവർക്ക് സന്തോഷ വാർത്ത വേറെ ഉണ്ട്. NIA കൂടി പുറകെ വരുന്നുണ്ട്. അപ്പൊ പിന്നെ അടപടലം പൂട്ടും. ഭയങ്കര സന്തോഷം തോന്നുന്നു. എന്താണെന്നറിയില്ല ഇവരെ പൂട്ടെന്ന് പറയുമ്പോഴേ. കാരണം നമ്മുടെ എന്നെ സംബന്ധിച്ച് ഞാനൊരു ദേശീയവാദിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ വേണ്ടി പറയും. കാരണം നമ്മുടെ നാടിന് ആപത്തുണ്ടാക്കുന്ന ആരെയും വെച്ചു പറപ്പിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, അത് പറയുന്നത് കൊണ്ട് ഞാനൊരു എന്താ പറയാ ഒരു മതേതരത്വം ഇല്ലാത്ത ആളാണ് എന്ന് തോന്നുമെങ്കിൽ അങ്ങനെ തോന്നുന്നവരങ്ങ് തോന്നിക്കോട്ടെ എന്ന് ഞാനും പറയും. അപ്പോൾ NIA കൂടി ഇത്തരത്തിൽ അന്വേഷണം ത്തിന് വരികയാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അപ്പോ കേരളത്തിലേക്ക് ED വരുന്നത് മുമ്പും ഉള്ളതുപോലെ തന്നെ കേരള പോലീസ് ഒന്നും അറിഞ്ഞിട്ടില്ല. ഇവിടെ വന്ന് അതായത് ഇപ്പൊ തിരുവനന്തപുരത്ത് റെയ്ഡ് നടത്തിയെന്ന് പറഞ്ഞാൽ കേരള പോലീസിന് ഒരു വിവരവും കിട്ടിയില്ല. കേരള പോലീസിന് വിവരം കിട്ടിയെങ്കിൽ SDPI നേതാക്കന്മാർ ആദ്യം വിളിച്ചു പറയുന്ന അറിയിക്കുന്നവരായിരിക്കും. അപ്പൊ അവിടെ തോക്ക് മാറ്റിക്കോ, മറ്റു ലഘുരേഖ മാറ്റിക്കോ, ഇതിന്റെയൊക്കെ എന്തുണ്ടോ അതൊക്കെ മാറ്റിക്കോ എന്ന് ഇൻഫർമേഷൻ കൊടുക്കും. ചേട്ടൻ പറഞ്ഞത് ഫാക്ട് ആണ്. അതാണ് ഞാൻ പറയാൻ വന്നത്. ആ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ മുൻകാലത്തും വന്നപ്പോൾ, അതായത് PFI നിരോധിക്കുന്നതിന് മുമ്പ് ഇവിടെ നടത്തിയ പരിശോധനകളിൽ അടക്കം അത്തരത്തിൽ അറിയിച്ചിട്ടില്ല. അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികൾ പലതവണ നമ്മുടെ നാട്ടിൽ ദേശവിരുദ്ധ പ്രവർത്തനം നടക്കുന്നുണ്ട്, സ്ലീപ്പർ സെൽസ് ഉണ്ട്, അങ്ങനെയുള്ള പല വിവരങ്ങളും പോലീസിനും നമ്മുടെ ഭരണകൂടത്തിനും കൈമാറിയതാണ്. പക്ഷേ ഈ ഇടതു വലത് മുന്നണികൾക്ക് പല പ്രീണനങ്ങളും നടത്തേണ്ടതുകൊണ്ട് അവർ അതിനെ എന്താ പറയാ അവരെ സംരക്ഷിച്ചു. അല്ല, പല പ്രീണനങ്ങൾ എന്ന് പറയുമ്പോൾ അവർ ഇപ്പോൾ പല പഞ്ചായത്തുകളിലും SDPI കൊണ്ട് പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം, കോർപ്പറേഷന്റെ മേയർ സ്ഥാനം, എങ്ങനെ മുനിസിപ്പാലിറ്റി, ഇതെല്ലാം അവരുടെയും കൂടെ ആൾക്കാരെ കൊണ്ടാണ് ഇരിക്കുന്നത്. കാര്യം ഇവരെ മൂട് താങ്ങി ഇരിക്കുന്നത് ഇവരാണ്. അതുകൊണ്ട് അവർക്ക് വേണം, അച്ഛന്മാരെ വേണം. പിന്നെ കാശും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതും കിട്ടും, ഫണ്ടും കിട്ടും. ഫണ്ട് വരികയല്ലേ ഇഷ്ടം പോലെ. ഇപ്പൊ നോട്ട് നിരോധനത്തിന് ശേഷം ഇപ്പൊ വീണ്ടും ഫണ്ടുകളൊക്കെ പല രീതിയിൽ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ സർക്കാർ അച്ചടിക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ ഇവർ അച്ചടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങളൊക്കെ. അപ്പൊ എന്തായാലും ടാക്സി കാറിലാണ് ED അങ്ങ് സിനിമ സ്റ്റൈലിലൊക്കെ എത്തുന്നത്. അപ്പൊ എത്തുന്നു, ഇവർക്ക് പ്രൊട്ടക്ഷന് സേനാംഗങ്ങളുണ്ടാവും. പ്രതിഷേധമൊക്കെ അവിടെ നടക്കുകയുള്ളൂ, ഒന്നും നടക്കില്ല, ഒരു ചുക്കും നടക്കില്ല. അവിടെ അവരിരുന്ന് പറയൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഹൊയ് ഹൊയ് വിളിക്കും, ആ ഹൊയ് ഹൊയ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ വേറെ ഒന്നും നടക്കാൻ പോകില്ല. അപ്പോൾ ഈ പറഞ്ഞു വന്നത് ടാക്സി കാറിൽ വന്ന് സേനാംഗങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ അവർ തോക്കുകളുമായിട്ടൊക്കെ വരുന്നത്, അല്ലാണ്ട് ഇവിടുന്ന് 2 ലാത്തിയും കൊണ്ട് വരണ പോലെ നടക്കില്ല. അത് ഇവന്മാരുടെ അടുത്തേക്കാണ് വരണതെന്നുള്ളത് കൃത്യമായിട്ട് മോദിക്കും അമിത്ഷായ്ക്കും അവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ പൊട്ടണ തോക്കും കൊണ്ടേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവന്മാരെ അധികം കളിക്കാൻ നിൽക്കില്ല. കാരണം കളിച്ചിട്ടുണ്ടെങ്കിൽ വെടിപൊട്ടിയാൽ പിന്നെ കേന്ദ്രത്തിൽ നിന്ന് വരുന്നത് കൂടുതൽ ചോദ്യവും പറച്ചിലൊന്നും ഉണ്ടാവൂല. പൊക്കിയെടുത്ത് അകത്തിടും. അതെ, ഫൈസിയുടെ കാര്യത്തിൽ ഏതാണ്ട് അത് തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് കേരളത്തിൽ തിരുവനന്തപുരത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലും മലപ്പുറത്തെ ഓഫീസിലും ഒക്കെയാണ് പരിശോധന നടന്നത്. SDPIക്ക് പ്രവർത്തിക്കാൻ വേണ്ട പണം നൽകിയത് പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നു. അപ്പൊ പല നിർണായക തെളിവുകളും ഒക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരത്തും മലപ്പുറത്തും നടത്തിയിട്ടുണ്ട് കേട്ടോ ഇത്തരത്തിൽ. അതെ, അവർ SDPI പ്രവർത്തക പ്രതിഷേധ പ്രകടനവും നടത്തിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഇവിടെ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ബംഗളൂരു, ചെന്നൈ, കൊൽക്കത്ത, ലക്നൗ, ജയ്പൂർ, താനെ, ഹൈദരാബാദ്, റാഞ്ചി ഇവിടങ്ങളിലൊക്കെ ഈ സംഘങ്ങൾ കൂടുതലുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അപ്പോൾ ചിലരൊക്കെ പറയുന്നത് കേട്ടു PC ജോർജിനെ അറസ്റ്റ് ചെയ്തു, PC അറസ്റ്റ് ചെയ്തതുകൊണ്ട് ഇവർ പൂട്ടും എന്നുള്ളത്. അങ്ങനെയല്ല അതിനെ വ്യാഖ്യാനിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്
കഴിഞ്ഞ ഒരു 10 വർഷത്തോളമായിട്ട് കേന്ദ്ര സർക്കാർ നടത്തി വരുന്ന അതെ നിരീക്ഷണം നടത്തുന്നു. അതായത് കേന്ദ്ര സർക്കാർ PFI നിരോധിച്ചതിന് ശേഷം SDPI രൂപം കൊണ്ടത് മുതൽ നിരീക്ഷിക്കുന്നുണ്ടെന്ന് സാരം. അതെ അത് പക്ഷെ അതിലും പ്രധാനമായിട്ട് നോക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ BJPയുടെ ചില അജണ്ടകളുണ്ട്. അതായത് ഒന്ന് മാവോയിസ്റ്റുകളെ പൂട്ടുക എന്നുള്ളതാണ്. അതിന്റെ 95% ഇവിടെ കഴിഞ്ഞു. അപ്പോ അതിൽ മറ്റൊരു കാര്യമാണ് തീവ്രവാദികളെ പൂട്ടുക എന്നുള്ളത്. അപ്പൊ തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ഏതൊരു സംഘടനയെയും അതിൽ പ്രവർത്തിക്കുന്നവരെയും പൂട്ടുക തന്നെ ചെയ്യും. അപ്പോൾ അത് ഈ ഒരു 10 വർഷമായിട്ട് നിരന്തരമായിട്ട് ഇവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു നേതാവിനെ അറസ്റ്റ് ചെയ്തത് കൊണ്ട് ഉടനെ ED ഇങ്ങോട്ട് എത്തി അതുകൊണ്ട് റെയ്ഡ് നടത്തി അതല്ല നമ്മൾ അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. കാരണം ഇത് നിരന്തരമായിട്ട് അതായത് PFIയെ നിരോധിക്കുമ്പോൾ തന്നെ അറിയാം PFIയെ കുറിച്ചും SDPIയെ കുറിച്ചും ഒരുപക്ഷെ ഭരണത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ RSS വഴിയും BJP അംഗങ്ങൾ വഴിയും ഒക്കെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡാറ്റാസ് ഒക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന് പറയുന്നത് അജിത് ഡോവലാണ്. അജിത് ഡോവല് വിശ്രമ ജീവിതം നയിക്കേണ്ട ഡോവലിനെ വെറുതെ അല്ല മോദി പോയി ക്ഷണിച്ചുകൊണ്ട് വന്നത്. അതായത് ഡോവൽ പാകിസ്ഥാനിൽ ചെന്ന് അവിടെ നിന്ന് പാകിസ്ഥാനികളുടെ തീവ്രവാദികൾക്കിടയിൽ നിന്ന് അവിടുത്തെ രഹസ്യം ചോർത്തി കൊണ്ടുവന്ന അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പൊ ആ ഉദ്യോഗസ്ഥന്റെ സേവനം നമുക്ക് വേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഒരു കാര്യം ചെയ്തിട്ടുള്ളത്. 2ാം തവണയും അദ്ദേഹത്തെ മാറ്റിയിട്ടൊന്നുമില്ലല്ലോ. അദ്ദേഹം തന്നെയാണ് ഇത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടിരിക്കുക. അപ്പോൾ ഇത് ഒരു ചക്രമാണെന്നേ. ഇപ്പൊ മോദി ഉണ്ട്, അമിത്ഷാ ഉണ്ട് എന്ന് പറയുമ്പോൾ അവർ മാത്രമല്ല, അവർക്ക് താഴെ അവർ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള കുറച്ച് ഒരു വിങ് ഉണ്ട്. ആ വിങ് അത്രത്തോളം വിശ്വാസ്യത ഉള്ളത് കൊണ്ട് അവരെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ നമ്മുടെ രാജ്യം ഒട്ടാകെ തന്നെ നിരീക്ഷണത്തിലായിരുന്നു. നിരീക്ഷണം തുടരുകയും ചെയ്യും. അതായത് മുൻപ് ഞാൻ പറഞ്ഞു വരാൻ പോയത് PFIയെ നിരോധിക്കുന്നതിന് മുമ്പ് ഇവരുടെ ഡാറ്റാസ് ഉണ്ടായിരുന്നു. ഭരണത്തിൽ കയറിയതോടുകൂടി മെല്ലെ അതിനെ എങ്ങനെയാണ് ഇല്ലാതെയാക്കേണ്ടത് എന്നുള്ളത് ഇവർ പ്രവർത്തിച്ചു വന്നു. അങ്ങനെ അവസാനം നമ്മുടെ കേരള സർക്കാരായിട്ടൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അതൊന്നും നടപടിയാവണ ലക്ഷണമില്ല. പിന്നീട് മിണ്ടാതെ വന്ന് ഇങ്ങ് പൂട്ടിക്കെട്ടി കൊണ്ടുപോയി. അപ്പോഴും കൃത്യമായിട്ട് ഞാൻ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞിരുന്നു, ഇത് PFI നിരോധിച്ചതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇല്ലാതെ ആകുന്നില്ല എന്നുള്ളത് കേന്ദ്രത്തിന് നന്നായിട്ട് അറിയാം. അപ്പോൾ അത് മറ്റു രീതിയിലൂടെ, അതായത് സിമിയെ പൊളിച്ചപ്പോഴാണ് PFI വരുന്നത്. സിമിയെ പൊളിച്ചപ്പോൾ അപ്പോൾ PFIയെ പൊളിക്കുമ്പോൾ SDPI വഴി ഇവർ പ്രവർത്തിക്കുമെന്നുള്ള മുൻധാരണയൊക്കെ ഉണ്ടെന്നേ. അല്ലാതെ വെറുതെ ഇവരുടെ വാക്കുകളും കേട്ട് മറ്റുള്ളവരുടെ വാക്കുകളും കേട്ട് പ്രവർത്തിക്കുന്ന ഒരു ഭരണമല്ല നമ്മുടെ. അപ്പോൾ SDPI ചെയ്യില്ല. അപ്പൊ ഇതിന് കൂടുതൽ വിവരങ്ങളുണ്ട്. അത് അടുത്ത ദിവസം നമുക്ക് പറയാമെന്ന് തോന്നുന്നു. എന്തായാലും ഈ SDPIയെ നിരോധിക്കാനുള്ള കാര്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. SDPIയെ നിരോധിച്ചാലും നിരീക്ഷണം തുടർന്നുകൊണ്ടേയിരിക്കും. PFIക്ക് നിരോധന പാർട്ടിയായ PFIക്ക് ഫണ്ട് അയക്കുന്നതിൽ തുടങ്ങിയാണ് SDPIയിലേക്ക് പിടുത്തം വന്നിരിക്കുന്നത്. 127 മലയാളികളാണ് ഈ ഫണ്ട് ഈ PFIക്ക് ഫണ്ട് കൊടുത്തവര് വർഷങ്ങളായിട്ട് ഫണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് ആ നാട്ടിൽ നിന്നും വിദേശ രാജ്യത്ത്, അതായത് UAE, സൗദി, ഖത്തർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് ഇവർ കാശ്. ഈ ഖത്തർ എന്ന് പറയുന്നതൊക്കെ ഉണ്ടല്ലോ, ഖത്തറിലാണ് ഹമാസ് നേതാക്കളൊക്കെ ഒളിഞ്ഞിരുന്നത്. ഹമാസ് നേതാക്കൾക്ക് ഒരു വലിയ പിന്തുണ ഖത്തറിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ 127 പേരുടെ കണക്ക് പറഞ്ഞില്ല, അത് കഴിഞ്ഞിടക്ക് ഭയങ്കര ചർച്ചയായിരുന്നു. കാരണം അവർക്കുള്ള സാധാരണ ജനങ്ങൾക്ക്, വ്യവസായികൾക്കൊന്നും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇവര് ഭയങ്കരമായിട്ട് സുഡാപ്പി കുഞ്ഞുങ്ങൾ ഇവിടെ കിടന്ന് കരഞ്ഞു മെഴുകി. പക്ഷെ നടപടി ആയില്ല ഇങ്ങോട്ടേക്ക്. ഏതായാലും ഇവര് ഫണ്ട് അയച്ചതിന്റെ പിറകെ ഇവര് ഈ 127 മലയാളികളെ നിരീക്ഷിച്ച് ഇവർ കാശ് അയച്ചത് വഴിയാണ് ഇപ്പൊ ഈ ഓപ്പറേഷൻ ഈ മുഹമ്മദ് ഫൈസിയെ ഇപ്പൊ പൂട്ടിയിരിക്കുന്നത്. പൂട്ടണതിനൊരു കാരണം കിട്ടണമല്ലോ. അതായത് ഇതാണ് സംഭവം എന്നറിയാം, തെളിവ് സഹിതമേ പൂട്ടാൻ പറ്റുള്ളൂ. വെറുതെ എടുത്തിട്ട് പൂട്ടാൻ പറ്റില്ലല്ലോ. ഒരു ആരോപണം പറയുക എന്നുള്ളത് ഇവരുടെ ലക്ഷ്യമല്ല, ആരോപണമല്ല, പ്രവർത്തിക്കുക എന്നുള്ളതാണ് BJP ലക്ഷ്യം. വേറൊരു കാര്യം കേൾക്കണം, ഈ SDPIയുടെ വക്താക്കളായിട്ട് മുഖ്യധാര മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന മഹാന്മാരുണ്ട്. അവരിപ്പോഴും ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന മഹാന്മാരുണ്ട്. ഗുണ്ട മരട് അനീഷിനെ ചർച്ചയ്ക്ക് വിളിക്കുന്നവരാണ് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ. ഏതായാലും
അവരെല്ലാം തന്നെ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നുണ്ട്. അവർ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ പറയുന്ന ED ഇവിടെ കണ്ടെത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, കൊടകര കുഴൽപ്പണ വിവാദം, പിന്നെ അങ്ങനെ തുടങ്ങി, പിന്നെ ഈ കരുവന്നൂർ ബാങ്കിന്റെ പ്രശ്നങ്ങൾ, അതൊക്കെ നിങ്ങൾ എവിടെ കൊണ്ടെത്തിച്ചു? കൊടകര കുഴൽപ്പണ വിവാദവും ബോധമുള്ളവർക്ക് ചിന്തിച്ചാൽ അറിയാം, കൊടകര കുഴൽപ്പണ വിവാദവും കരുവന്നൂർ കേസും എല്ലാം അന്വേഷിക്കേണ്ടത് തന്നെയാണ്. ആ കേസുമായിട്ട് ഈ ഭീകരവിരുദ്ധ പ്രവർത്തനത്തെ ചേർത്ത് കെട്ടാൻ പറ്റില്ല. പിന്നെ കരുവന്നൂർ കേസിൽ ഇവര് പൈസ തിരിച്ചടച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ ഫണ്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അല്ലാതെ വെറുതെ ഇരിക്കുന്ന ഒരു കാര്യം കൂടെ അവർ പറയുന്നുണ്ട്, RSS അപ്പം വേറെ തീവ്രവാദ സംഘടന അല്ലേ എന്നൊരു ചോദ്യം. RSS എങ്ങനെയാണ് തീവ്രവാദ സംഘടനയാണ് ചോദിക്കുന്നത്? എന്റെ ഒറ്റ സംശയം എന്ന് പറയുന്നത്, എന്നാലും ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് ഒരു ധൈര്യക്കേടും ഇല്ലാതെ ഈ മുഖ്യധാര മാധ്യമത്തിലൊക്കെ ചർച്ചയ്ക്ക് വന്നിരുന്ന് എതിർത്ത് സംസാരിക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ള കാര്യമോ? ചേട്ടാ, ഹമാസോളികളെ പിന്തുണയ്ക്കുന്ന നാട്ടിൽ, അവരെ ആനപ്പുറത്ത് തിടമ്പേറ്റുന്നവരുടെ നാട്ടിൽ, ഹമാസ് നേതാക്കളെ പ്രധാനമായിട്ടും പ്രസംഗിക്കാൻ വിളിക്കുന്ന നാട്ടിൽ ഇതൊക്കെ അല്ലാണ്ട് മറ്റെന്താണെന്ന് അറിയാം. ഇതൊക്കെ കുറച്ചു കാലം കൂടി ഉള്ളു ചേട്ടാ. ഒരു കാര്യം കൂടെ പ്രീത പറഞ്ഞു തുടങ്ങി, ഇപ്പൊ സിമിയിൽ തുടങ്ങി, ഇപ്പോ SDPI വരെ വന്ന് നിൽക്കുന്നു. ഇനി SDPI നിരോധിച്ചാൽ ഇനി അതിനു മുമ്പ് മറ്റേ ഇതുണ്ട്, നമ്മുടെ മദനിയുടെ PDP ഉണ്ട്, നാദാപുരം ഡിഫൻസ് ഫോഴ്സ്, അവിടെ മുതൽ ഇങ്ങനെ തുടങ്ങും. അപ്പൊ എന്റെ ഒരു സംശയം എനിക്ക് ചോദിക്കാനുള്ളത്, അത് ചോദിച്ചുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം. അതായത് ഇനി എന്തെങ്കിലും വേറൊരു പേരിൽ തുടങ്ങിക്കൊണ്ട് ഈ SDPI നിരോധിച്ചാലും ഈ മഹാന്മാർ ഇറങ്ങൂല എന്ന് ആര് കണ്ടു? അവര് ഇറങ്ങും. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന SDPI നിരോധിച്ചിട്ടില്ല, അതിനുള്ള നടപടികൾ നടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നടക്കുക തന്നെ ചെയ്യും. പക്ഷെ അതുകൊണ്ട് ഇവര് ഇല്ലാതെയാകും എന്നുള്ളത് കേന്ദ്ര സർക്കാരും ചിന്തിക്കുന്നൊന്നുമില്ല. പിന്നെ കഴിഞ്ഞിടക്ക് MEC-7 എന്ന് പറഞ്ഞൊരു സംഭവം വന്നിരുന്നു. ആ MEC-7 ഹൈജാക്ക് ചെയ്തതാണ് ഈ കുഞ്ഞുങ്ങൾ, സുഡാപ്പി കുഞ്ഞുങ്ങൾ. അത് NIA വരുന്നുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി എന്ത് സംഭവിച്ചെന്നറിയാമോ? അതിലൊരൊറ്റ അംഗങ്ങളില്ല, എല്ലാ അംഗങ്ങളും ലെഫ്റ്റ് ചെയ്തു, എല്ലാം കൊഴിഞ്ഞു പോയി. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ.